കേരള പൊറോട്ട നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ സെയിം പൊറോട്ട സിംഗപ്പൂരിലും കിട്ടുമോ? കിട്ടണം. നമ്മളിന്ന് നമ്മുടെ ഡിന്നർ പൊറോട്ടയാണ് ആക്കുന്നത്. പക്ഷേ പൊറോട്ട നമ്മൾ ഒരു കടയിൽ നിന്നല്ല മേടിക്കുന്നത്. ഇറ്റലിയിൽ ഉള്ള ഒരു ഒത്തന്റിക് ആയിട്ടുള്ള കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് പൊറോട്ട മേടിക്കാൻ എല്ലാ കടയിൽ നിന്നും 2 പൊറോട്ട വെച്ച് ഞാൻ മേടിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും എങ്ങനെയാണ് ഇവിടുത്തെ സിംഗപ്പൂരിലെ കേരള പൊറോട്ട ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ചെയ്യാം. ആക്ച്വലി ഇതൊരു റിവ്യൂ വീഡിയോ അല്ല കേട്ടോ, ഇത് ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ്. എല്ലാ പൊറോട്ടയും ടേസ്റ്റ് ഒരുപോലെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഓരോ കടയിലും അവർ ഓരോ തരത്തിലാണ് കേരള പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ലിറ്റിൽ ഇന്ത്യ ഫെയർ പാർക്കിലുള്ള ഒത്തന്റിക് ആയിട്ടുള്ള കേരള റെസ്റ്റോറൻറ്റിലെ പൊറോട്ടകൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ടോണി ചാൻ സിംഗപ്പൂരിൻ്റെ ഒരു അടിപൊളി ഒരു കുഞ്ഞ് എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ ആദ്യം ഇതുണ്ട് ഇവിടെ മക് ഷോട്ട്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവരുടെ നേരത്തെ ഷോപ്പ് ആയതുകൊണ്ട് അവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ 91 ഡെസ്കർ റോഡിലാണ്. കൊള്ളാം, അടിപൊളി. നമ്മൾ 2 പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മക് ഷോട്ട്സിൽ നിന്ന് കിട്ടി. ഓക്കെ, താങ്ക് യു. അപ്പോൾ മക് ഷോട്ട്സിൻ്റെ 2 പൊറോട്ട നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ചേട്ടൻ്റെ കട. അത് ഈ സാംലിയോങ് എന്ന് പറയുന്ന ഒരു റോഡിലാണ് കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ കട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കടയിൽ നിന്നും 2 പൊറോട്ട നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്പൈസ് ജംഗ്ഷനാണ്. ഇത് സ്പൈസ് ജംഗ്ഷൻ്റെ 2 പൊറോട്ടയും പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളവും കിട്ടി കേട്ടോ. ഓടി തളർന്ന് എനിക്കൊരു നാരങ്ങ വെള്ളവും കിട്ടി. അപ്പോൾ നമുക്കിത് സ്വാദിഷ്ടിയിൽ നിന്നും 2 പൊറോട്ട നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അലങ്കാർ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. ഇതൊരു കേരള റെസ്റ്റോറൻ്റ് കേട്ടോ. ഈ അലങ്കാർ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയുടെ പേരാണ് ബാഹുബലി ബിസ്ട്രോ ആൻഡ് കഫേ. എൻ്റെ അമ്മേ, നമ്മളിപ്പോൾ ഈ കടയിൽ പോകുന്നില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആണെന്ന് തോന്നി, ബാഹുബലി. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പം നമുക്ക് എല്ലാ ഭക്ഷണവും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യമേ മക് ഷോട്ട്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ച ആ 2 പൊറോട്ട നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മക് ഷോട്ട്സ് ബിസ്ട്രോ. ഓക്കെ, ഇത് അവരുടെ പാക്കിംഗ് ഒക്കെ ഇത് അങ്ങനെ ഒരു വലിയൊരു പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ചൂടുണ്ട് കേട്ടോ, ആക്ച്വലി ചൂടുണ്ട്. അതായത് ഞാൻ 2 പൊറോട്ട മേടിച്ചത് ഇവിടെ ആയത് $6. ഒരു പൊറോട്ടയ്ക്ക് $2.50 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിത് നമ്മുടെ മക് ഷോട്ട്സിൻ്റെ പൊറോട്ട എടുക്കണം. ഓക്കെ, അതിങ്ങനെ ഒരു ഫോയിൽ പേപ്പറിലാണ് അവരത് പാക്ക് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മക് ഷോട്ട്സിൻ്റെ 2 പൊറോട്ട. ഓക്കെ, ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ ഒരു പൊറോട്ടയാണ് കേട്ടോ, കേരള പൊറോട്ടയാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിത് എടുത്തിട്ട് അവർ ഫ്രഷായിട്ട് അടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ ചോദിച്ചായിരുന്നു ഇത് ഫ്രഷ് ആണോ. ഓക്കെ, എടുത്തിട്ട് ഇച്ചിരി മട്ടൺ എടുത്ത കുഴപ്പമില്ല. ഇത് പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഇതൊരു സാധാരണ ഒരു സർക്കിള്. പിന്നെ അത്ര ലേഡ് അല്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട് സംഭവം. സാധാരണ പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം മക് ഷോട്ട്സിൻ്റെ ഇതാണ് പൊറോട്ട വരുന്നത്. നമുക്കിനി അടുത്ത റെസ്റ്റോറൻറ്റിന് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ മക് ഷോട്ട്സിൻ്റെ ഇപ്പോൾ ആ ഒരു പൊറോട്ട ഞാൻ ട്രൈ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് അടുത്ത റെസ്റ്റോറൻറ്റ് നോക്കാം. സ്പൈസ് ജംഗ്ഷൻ ഇതുണ്ടോ, സ്പൈസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞുള്ളൊരു കേരള റെസ്റ്റോറൻറ്റ്. ഇതെല്ലാം കേരള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ഒത്തൻറ്റിക് കേരള റെസ്റ്റോറൻറ്റ്. നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളൊരു സാധനവും മേടിച്ചിട്ടില്ല. ഇതും നല്ല ചൂടാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഞാൻ 2 പൊറോട്ട മേടിച്ചത്. 2 പൊറോട്ടയ്ക്ക് $6.70. ഓക്കെ, ഇത് സ്പൈസ് ജംഗ്ഷനിൽ നമ്മുടെ ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ ഇതുണ്ട്, അവരുടെ പാക്കിംഗ് ഇതാണ് ഇങ്ങനെ വരുന്നത്. ഇതൊരു ഫോയിലിനകത്ത് ഇതുണ്ട്, ഇതൊരു ബേക്കിംഗ് പേപ്പറിനകത്താണ് ഇതുണ്ട് ഈ ഒരു പൊറോട്ട വെച്ചിരിക്കുന്നത്. ഇതാണ് ഗൈസ്, കണ്ട നല്ല ചൂടുണ്ട്. ഇത്ര ചൂടില്ല, എന്നാലും നമ്മളിപ്പം മേടിച്ചതല്ലേ, ഇപ്പം മേടിച്ചതിൻ്റെ അതൊരു
മേടിച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ വന്നില്ലേ, നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഒരു പൊറോട്ട നമ്മളെടുത്തു. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. വലിയൊരു ഫോയിൽ പേപ്പർ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ഇതുണ്ട്, ഇതിങ്ങനെ നല്ലൊരു ലേഡൊക്കെയാണ് കേട്ടോ. ഇതുണ്ട്, ഇത് കാണാം, നല്ല ലേഡായിട്ടുള്ളൊരു പൊറോട്ടയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ, അടിപൊളി, സൂപ്പർ. എനിക്കിങ്ങനെ നല്ല ലേഡായിട്ടിരിക്കുന്ന പൊറോട്ട, നല്ല വലിയ പൊറോട്ടയാണ് കേട്ടോ ഇത്. ആക്ച്വലി നമ്മുടെ മറ്റേ പൊറോട്ട എടുക്കാം. ഇതുണ്ടോ, ഇത് ആക്ച്വലി നല്ല വലിയ പൊറോട്ടയാണ്. ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്പൈസ് ജംഗ്ഷൻ്റെ പൊറോട്ട നമുക്ക് ഒരെണ്ണം കൂടി എടുക്കുക, ഒരു പീസും കൂടെ നമുക്ക് എടുക്കാം. സൂപ്പറാ. അപ്പം നമുക്കിനി അടുത്ത റെസ്റ്റോറൻറ്റ് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് സ്വാദിഷ്ടിൽ നിന്ന് ആക്ച്വലി ഞാൻ 2 പൊറോട്ടയാണ് മേടിച്ചത്. $5.50 ആണ് ആയത്. ഓക്കെ, അപ്പോൾ സ്വാദിഷ്ടിൻ്റെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു കവറ്, പിന്നെ ഇതൊരു ബോക്സിനകത്താണ് വരുന്നത്. ഒരു റബ്ബർ ബാൻഡൊക്കെ വെച്ച്, പിന്നെ നമ്മുടെ ഇതാണ് സ്വാദിഷ്ടിൻ്റെ പാക്കിങ്. അപ്പോൾ ഇതുണ്ട്, നമ്മളൊരു പൊറോട്ട എടുത്തു. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് നല്ല വലിയ പൊറോട്ടയാണ്. ഇത് കേരള പൊറോട്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുണ്ട് ഇത്ര ഒരു, പിന്നെ ഇതുണ്ട് ഇങ്ങനെയൊരു ചെറിയൊരു ലെയേഴ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം അവർ നല്ലപോലെ ഫ്രഷ് ആയിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ എടുത്ത് കുറച്ച് നമ്മുടെ മട്ടൻ കറി എടുത്ത് ഇത് അടിപൊളി കേട്ടോ. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ്. നമുക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമല്ലേ, നമ്മൾ കൊള്ളാം. അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടിൽ നിന്ന് മേടിച്ച ഈ ഒരു പൊറോട്ട ഇതുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. നല്ല കട്ടിയുണ്ട്. ഇതുണ്ടോ, നല്ല ഹെവിയാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ലെയർ എന്ന് പറയാൻ, ലെയർ അത്രയും എനിക്ക് തോന്നുന്നത് അത് ഇച്ചിരൂടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലെയർ വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് ലെയർ അത്രയില്ല, പക്ഷെ നല്ല ഹെവിയാണ്, നല്ല വലുതാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ സ്വാദിഷ്ടിൻ്റെ പൊറോട്ട. കൊള്ളാം, സൂപ്പർ. അപ്പം നമ്മളിനി അടുത്ത പൊറോട്ട നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അതാണ് ചേട്ടൻ്റെ കട. ഓക്കെ, ചേട്ടൻ്റെ കട നമുക്ക് ഇതുണ്ട് ഇങ്ങനെയാണ് ഒരു പാക്കിംഗ് ഒക്കെ വന്നത്. ആക്ച്വലി 2 പൊറോട്ടയ്ക്ക് $4 കേട്ടോ. ഓക്കെ, $4. ഓക്കെ, ഇങ്ങനെ ഒരു കവറിനകത്ത് ഇതുകൊണ്ടൊരു ഒരു ഫോയിൽ പേപ്പറിനകത്തൊക്കെയാണ് ഇത്. നമ്മൾ ടേക്ക് അവേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അത് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫോയിലിനകത്ത് ഇങ്ങനെ 2 പൊറോട്ട വെച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ചേട്ടൻ്റെ കടയുടെ പൊറോട്ട. ഓക്കെ, കണ്ടോ, നമുക്കിതൊന്നും എടുക്കാം. അതിനെന്തോ വെച്ചാൽ ചെറിയൊരു ഓട്ടയുണ്ട്. ഇത് മറ്റേ പൊറോട്ടയെ പോലെ അത്രയും വലുതല്ല, പക്ഷേ യുനോ നല്ല സോഫ്റ്റാണ്, ചൂടുണ്ട്. പിന്നെ ഇതുണ്ട്, ഇതാ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇതാണ്. ഇതുണ്ടോ, നമുക്കിതെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചേട്ടൻ്റെ കടയുടെ പൊറോട്ടയാണ്. നല്ല കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു ടോപ്പ് ലെയറൊക്കെ നമ്മളെടുത്ത് കഴിച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കണ്ടോ, കൊള്ളാം. പൊറോട്ട പാക്കിങ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇച്ചിരി ചെറിയ പൊറോട്ടയാണ്, അത്രയും വലുതാണോ എനിക്ക് അറിയത്തില്ല. ബട്ട് ഇതാണ്, ഈ ഒരു സൈസിലാണ് നമുക്ക് ചേട്ടൻ്റെ കടയുടെ പൊറോട്ട കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മളിനി അടുത്ത ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് അലങ്കാർ റെസ്റ്റോറൻറ്റ് നമുക്കിങ്ങനെ ഒരു ചുമല കവറിനകത്താണ് കിട്ടുന്നത്. പിന്നെ ഇതുണ്ടോ, ഇങ്ങനെ എഗെയിൻ ഒരു ഫോയിൽ പേപ്പറിനകത്താണ് വരുന്നത്. നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടുണ്ട്. അപ്പം ഇതാണ് അലങ്കാർ റെസ്റ്റോറൻറ്റിൻ്റെ പൊറോട്ട. നിങ്ങൾ ടേക്ക് അവേ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതുണ്ടോ, നല്ല അടിച്ച് അവർ തന്നതാണ്. ഇത് ആക്ച്വലി അവർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ ഇതിൻ്റെ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അപ്പോൾ അതങ്ങ് ഉണ്ടാക്കി തരുവാണ്. എന്ന് വെച്ചാൽ
ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ള മാവാണ്. അതവർ ചൂടാക്കി ഉണ്ടാക്കി തരുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അവരുടെ ഒരു പ്രോഡക്റ്റും എൻ്റെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഒരു സംഭവം ഞാൻ മേടിച്ചായിരുന്നു. ഉണ്ടോ, ഇത് അവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഇതുണ്ടോ, മലബാർ പൊറോട്ട. ഇത് അവർ പറയുന്നത് ഇത് പ്രീ കുക്ക്ഡ് ആണ്, ഫ്രഷ്ലി ബേക്ക്ഡ് പൊറോട്ട. നമ്മൾ ജസ്റ്റ് കല്ലെ വെച്ച് ചൂടാക്കിയാൽ മതി. 5 പീസ് ഉണ്ട്. 5 പീസിന് ഏതാണ്ട് $3 ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഞാനതൊരു പാക്കറ്റ് ഞാൻ ഒന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയുണ്ട്. അത് ആക്ച്വലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ അത് നല്ല ചൂടിലൊക്കെ ഉണ്ടാക്കണമായിരിക്കും. നല്ല കല്ലിലൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട് ഇങ്ങനെ കിട്ടും. കണ്ടോ? അപ്പോൾ ഇതുണ്ടോ, നമ്മൾ ഇനിയിപ്പം ഈ ഒരു അലങ്കാർ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഈ ഒരു പൊറോട്ട നമ്മളിത് കഴിക്കാൻ പോകണം. ഇത് ഭയങ്കര ഇത് ലെയർ വെച്ച് കഴിയുമ്പോൾ ഒന്നൊന്നര സംഭവമാണല്ലോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇതോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേസ്. ഇത് അവിടുത്തെ ആ ചേട്ടനത് അടിച്ചുണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇത്രയും നല്ല ഒരു ലെയറൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ദിസ് ഈസ് ഓൾസോ ഗുഡ്. പിന്നെ സൈസൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റ് റെസ്റ്റോറൻറ്റിനേക്കാൾ അത്രയും ഏകദേശമൊക്കെ അതൊക്കെ ആയിരിക്കും സൈസ്. എനിക്കറിയത്തില്ല, ഇവിടെ ഓരോന്നിനും ഓരോ സൈസാണല്ലോ. പിന്നെ എല്ലാ കടയിലും പല പല റേറ്റുകളാണ്. വെച്ചാൽ കേരള പൊറോട്ട എന്ന് പറഞ്ഞാലും ഓരോ കടയിലും നമുക്ക് ചില കടയിൽ $6.50, പിന്നെ $6.70, പിന്നെ ഇത് $4, $3, $5 പല വിലയാണ് വരുന്നത്. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ഓരോ കടയുടെയും തീം അനുസരിച്ച് അവരുടെ റേറ്റൊക്കെ മാറുമായിരിക്കും. ഓക്കെ, പിന്നെ ടേക്ക് അവേക്കും ഏതാണ്ട് 20 cents 50 cents അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു പൊറോട്ട. ഓക്കെ, നമ്മൾ സിംഗപ്പൂരിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇവിടെ കേരള പൊറോട്ട എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വികാരമാണ്. ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മൂവിങ് ഉള്ള ഒരു ബ്രെഡ് ഏതാണ്? അപ്പോൾ അവർ പറഞ്ഞത് പൊറോട്ടയാണ്, അതും കേരള പൊറോട്ട. അപ്പം നമ്മൾ സിംഗപ്പൂർ വരുവാണെങ്കിൽ ഇങ്ങനത്തെ കേരള പൊറോട്ടയൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോവാം. ഇതും അല്ലാതെ പല റെസ്റ്റോറൻറ്റുകളും ഉണ്ട് കേട്ടോ, കേരള റെസ്റ്റോറൻറ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ലിറ്റിൽ ഇന്ത്യയിൽ പോയപ്പോഴാണ് എനിക്ക് കേരള പൊറോട്ട ട്രൈ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പം ഞാൻ അവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും ഞാൻ പോയി. ഓക്കെ, അതായത് കേരള ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റിലാണ് ഞാൻ പോയത്. പക്ഷേ നമ്മളിത് നോക്കിയത് നമ്മൾ ഓരോ കടയിൽ നിന്നും മേടിക്കുന്ന പൊറോട്ടകൾ പലതും പല രീതിയിലാണ്. ഇതൊരെണ്ണം ഈ ഒരു ഷേപ്പ്, ഒരെണ്ണം നല്ല വലുത്, ഒരെണ്ണം ഭയങ്കര ലേഡ്. നമുക്കിത് ഏത് കടയിൽ നിന്നാണ് മേടിച്ചതെന്ന് നിങ്ങൾ തന്നെ കണ്ടതാണ്. എല്ലാ കടയിലും നമ്മൾ ഈ പൊറോട്ട നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കടയിലും നമ്മളൊരു വേറൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ഡിപ്പെൻസ് ആണ് നമ്മളിപ്പോൾ ഏത് ഡിഷിൻ്റെ കൂടെയാണ് നമ്മളിത് കഴിക്കുന്നതെന്നുള്ളത്. പക്ഷേ കേരള പൊറോട്ട സിംഗപ്പൂരിൽ കിട്ടുന്നത് ഈ ഒരു തരത്തിലാണ്. സോ ചോയ്സ് ഈസ് യുവേഴ്സ്. നമ്മളിവിടെ പല റെസ്റ്റോറൻറ്റുകളും ഉണ്ട് കേട്ടോ. ഇനി അതായത് നമ്മളിപ്പം റൗണ്ട് ദ സിംഗപ്പൂർ വേറെ കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ അവിടെയും പോകുന്നതായിരിക്കും. അവിടുന്ന് നമ്മൾ പൊറോട്ട മേടിച്ച് സെയിം പൊറോട്ട മേടിച്ച് നമ്മൾ അടുത്തൊരു എപ്പിസോഡും കൊണ്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ ഒരു 2 വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും സിംഗപ്പൂരിലെ ഏറ്റവും നല്ല പൊറോട്ട കിട്ടുന്നത് ഏത് കടയിലാണ്. അപ്പം എല്ലാവരും ഒത്തിരി താങ്ക്സ്. അതായത് നമ്മളോട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളോട് എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അവരോട് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് അങ്ങനെ ഒരു പൊറോട്ട എടുത്ത് നമുക്കൊരു റെസ്റ്റോറൻറ്റിന് നമുക്ക് റിവ്യൂ ചെയ്യാനും പറ്റിയല്ല. പക്ഷേ നമുക്ക് പൊറോട്ട എങ്ങനെയാണ് ഓരോ കടയിലും കിട്ടുന്നതെന്ന് നമുക്കൊരു അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, എക്സ്പീരിയൻസ് വീഡിയോ ആണ്. പേഴ്സണലി എനിക്ക് എല്ലാ കടയിലും കിട്ടിയ പൊറോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് കഴിക്കും. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഡിന്നർ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ഞങ്ങളുടെ ഡിന്നറും ഇതാണ്. അങ്ങനെ ഞങ്ങളത് മൊത്തം ഞങ്ങൾ കഴിച്ച് തീർക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ പ്രതീക്ഷിക്കുക. നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ പാർട്ട് 2 ഫോർ ദിസ് വീഡിയോ. അതായത് നമ്മൾ മറ്റു പല റെസ്റ്റോറൻറ്റുകളുമായിട്ട് നമ്മൾ ഇനിയിപ്പം പൊറോട്ട മേടിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു സസ്പെൻസും കൂടെ ഉണ്ട്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ഫോർ ദ പാർട്ട് 2. അപ്പോൾ സീ യു ഗൈസ് ലേറ്റർ. ദിസ് ഈസ് ടോണി ചാൻ വിത്ത് പൊറോട്ട സൈനിങ് ഔട്ട്. ബൈ.